IPL മെഗാ താരലേലം അപ്രവചനീയമാണ്. IPL ലേലം എന്ന് നമുക്കറിയാം. ഒട്ടും വിചാരിക്കാത്ത ചില താരങ്ങൾക്ക് കോടികൾ അങ്ങ് ലഭിക്കുന്നു. ചിലർക്കാകട്ടെ പ്രതീക്ഷിച്ച തുക ലഭിക്കുന്നുമില്ല. ഏതെങ്കിലും ടീം ഉറപ്പായും എടുക്കുമെന്ന് കരുതിയ ചില താരങ്ങളാവട്ടെ അൺസോൾഡായി മാറുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ദേവ്ദത്ത് പടിക്കലിന്റെ കാര്യമാവട്ടെ, ജോണി ബെയർസ്റ്റോയുടെ കാര്യമാവട്ടെ, ഡേവിഡ് വാർണറുടെ കാര്യമാവട്ടെ, ആദ്യ ദിനം ഇവരൊക്കെ അൺസോൾഡായി നിന്നപ്പോൾ ആരാധകർ ഒന്ന് ഞെട്ടുക വരെ ചെയ്തു. കാരണം ഇവരൊക്കെയും നമുക്കറിയാം IPL വീരേതിഹാസങ്ങൾ രചിച്ച താരങ്ങളാണല്ലോ. ഡേവിഡ് വാർണറുടെ കാര്യമെടുത്താൽ 3 തവണ IPL ഓറഞ്ച് ക്യാപ്പ് നേടിയവനാണ്. ഒരു ടീമിനെ ഒറ്റക്ക് തോളിലേറ്റി നടത്തിയവനാണ്. ലേലത്തിൽ ആർക്കെങ്കിലുമൊക്കെ വിളിക്കാമായിരുന്നു എന്ന് തന്നെയാണ് പൊതുവികാരം എന്ന് നമുക്കറിയാം. അതുപോലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഈ ഒരു സീസണിന് മുന്നോടിയായുള്ള 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലത്തിൻ്റെ ആദ്യ ദിനം പൂർത്തിയായപ്പോൾ പ്രധാന താരങ്ങളെല്ലാം ഇതിനോടകം പല ടീമുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഋഷഭ് പന്ത് 27 കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന IPL ലേലത്തുകയിൽ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് എത്തിയപ്പോൾ 26.75 കോടി രൂപയ്ക്കാണ് അയ്യർ പഞ്ചാബ് കിങ്സിലേക്ക് എത്തിയത്. ആരാധകർ പ്രതീക്ഷിച്ച പോലെ ഇഷാൻ കിഷനും KL രാഹുലും ജോസ് ബട്ട്ലറും എല്ലാം പുതിയ തട്ടകത്തിലേക്ക് ഈ ലേലത്തിൽ എത്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ വലിയ പ്രതിഫലം പ്രതീക്ഷിച്ച ചില താരങ്ങൾക്ക് പ്രതിഫലത്തിൽ വലിയ രീതിയിലുള്ള ഇടിവ് നേരിട്ടിട്ടുണ്ട്. ഇത്തവണ ഇങ്ങനെയുള്ള താരങ്ങൾ, ഇടിവ് നേരിട്ട താരങ്ങൾ ആരൊക്കെ എന്ന് നോക്കാം. കഴിഞ്ഞ IPLകളിൽ വലിയ പ്രതിഫലം പറ്റിയതിനു ശേഷം ഇക്കുറി പാടെ വിപണി മൂല്യം കുറഞ്ഞ താരങ്ങൾ. ഈ ലിസ്റ്റിലെ ഒന്നാമൻ നൺ അതർ ദാൻ KL രാഹുലാണ്. ഇന്ത്യയുടെ സൂപ്പർ താരമാണ്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ കഴിഞ്ഞ ക്യാപ്റ്റനായിരുന്നു. പഞ്ചാബ് കിങ്സിന്റെ നായകനായിട്ടുണ്ട്. KL രാഹുലിന് പ്രതീക്ഷിച്ച പ്രതിഫലം പക്ഷേ ഈ ലേലത്തിൽ നേടാനായില്ല എന്ന് തന്നെയാണ് സത്യം. 2 കോടി രൂപ അടിസ്ഥാന വിലയിലെത്തിയ രാഹുലിനെ 14 കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് വാങ്ങിയത്. 20 കോടിക്ക് മുകളിലേക്ക് രാഹുലിന്റെ പ്രതിഫലം പോകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ 14 കോടിയിൽ ഒതുങ്ങുകയായിരുന്നു. അവസാന സീസണിൽ 17 കോടി പ്രതിഫലം വാങ്ങിയ താരമാണ് രാഹുൽ. എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേതിലെ 3 കോടി കുറവ് പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ സീസണിൽ തന്നെ രാഹുലിന്റെ ലക്നൌവിനൊപ്പമുള്ള പെർഫോമൻസ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്കയുടെ പരസ്യമായ ശാസനയൊക്കെ ആ സമയത്ത് രാഹുൽ ഏറ്റുവാങ്ങിയിരുന്നു. ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്ക കഴിഞ്ഞ സീസണിൽ ഒരു തോൽവിയിൽ ഹതാശയനായി നിൽക്കുകയായിരുന്ന ക്യാപ്റ്റൻ KL രാഹുലിന്റെ അടുത്തെത്തിക്കൊണ്ട് അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ തെറിവിളിച്ചും ശാസിച്ചുമൊക്കെ നിർത്തിപ്പൊരിച്ചിരുന്ന വീഡിയോ വൈറലായിരുന്നു. സഞ്ജീവും ഭാര്യയും ചേർന്ന് രാഹുലിനോട് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു, വൈറലായിരുന്നു. ദേഷ്യത്തോടെ രാഹുലിനോട് ആ വീഡിയോയിൽ സഞ്ജീവ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൈവിരൽ ചൂണ്ടിയൊക്കെ രാഹുലിനോട് സഞ്ജീവ് കയർക്കുന്നു. രാഹുലും തിരികെ എന്തൊക്കെയോ തർക്കിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു. അന്ന് ടീമിന്റെ മോശം പ്രകടനത്തിലുള്ള അതൃപ്തി മുതലാളിയായ സഞ്ജീവ് ഗോയങ്കയുടെ മുഖത്ത് പ്രകടമായിരുന്നു. അന്ന് കൈകൾ കൊണ്ട് തനിക്കൊന്നും കേൾക്കേണ്ടുന്ന രീതിയിൽ ഗോയങ്ക ആംഗ്യം കാണിക്കുന്നതും രാഹുൽ പറയുന്നത് അംഗീകരിക്കാതെ ഫീൽഡിലെ പിഴവുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ആ വൈറൽ വീഡിയോയിൽ വ്യക്തമായിരുന്നു. ഒരു കോർപ്പറേറ്റ് തൊഴിലാളിയുടെ ശരീരഭാഷയായിരുന്നു അപ്പോൾ രാഹുലിൻ്റേത്. അടിമുടി തോറ്റവന്റെ ഒരു ശരീരഭാഷ അന്നേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടുകൂടി ആ സമയത്ത് തന്നെ രാഹുൽ തൊട്ടടുത്ത സീസണിൽ, അതായത് ഈ സീസണിൽ ലക്നൌവിനൊപ്പം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പിന്നീട് അദ്ദേഹം RCBയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും കോടികളുടെ നഷ്ടത്തിൽ ഡൽഹി ഈ ലേലത്തിൽ അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു ആദ്യ ദിനം. മറ്റൊരാൾ മിച്ചൽ സ്റ്റാർക്കാണ്. നമുക്കറിയാം അവസാന സീസണിൽ 24 കോടിയിലധികം വാങ്ങിക്കൊണ്ട് റെക്കോർഡിട്ട താരമാണ് ഓസീസ് ഇടങ്കയ്യൻ പേസറായ മിച്ചൽ സ്റ്റാർക്ക്. എന്നാൽ ഇത്തവണ 2 കോടി അടിസ്ഥാന വിലയിലെത്തിയ സ്റ്റാർക്കിന് 11.75 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. പകുതിയിലധികം പ്രതിഫലം അദ്ദേഹത്തിന് കുറഞ്ഞു എന്ന് സാരം. അവസാന സീസണിൽ നമുക്കറിയാം KKRനൊപ്പം ഫൈനലിൽ തിളങ്ങാൻ മിച്ചൽ സ്റ്റാർക്കിന് സാധിച്ചിരുന്നു. എന്നാൽ ആകെയുള്ള അദ്ദേഹത്തെ കഴിഞ്ഞ എക്കണോമി നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസ് ആണ് സ്റ്റാർക്കിനെ കൊണ്ടുവന്നത്. ഡൽഹിയെ സംബന്ധിച്ച് സ്റ്റാർക്കിനെ ലഭിച്ച തുക ലാഭകരമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ സീസണിൽ IPLലെ താരലേലത്തിൽ സകല റെക്കോർഡുകളും തകർത്തെറിയുകയായിരുന്നു ഓസ്ട്രേലിയയുടെ സ്പീഡ് പേസ് ജോഡികളായ പാറ്റ് കമ്മിൻസിന്റെയും മിച്ചൽ സ്റ്റാർക്കിന്റെയും തുക. ടൂർണമെന്റിലെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും വലിയ തുകയാണ് ലേലത്തിൽ ഈ 2 പേസർമാർക്കും ലഭിച്ചത്. 20.4 കോടി രൂപയ്ക്ക് കമ്മിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ സീസണിൽ വാങ്ങിയപ്പോൾ സ്റ്റാർക്കിനെ 24.75 കോടി രൂപയ്ക്ക് 2 തവണ ചാമ്പ്യന്മാരായ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കുകയായിരുന്നു. ആ സമയത്ത് ആദ്യം ലേലത്തിൽ കമ്മിൻസിന്റെ പേരായിരുന്നു വന്നത് എന്നതിനാൽ കഴിഞ്ഞ സീസണിൽ ഒരു ഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരമെന്ന റെക്കോർഡ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കമ്മിൻസിന് സ്വന്തമായിരുന്നു. പക്ഷേ IPL ചരിത്രത്തിലെ എക്കാലത്തെയും വില കൂടിയ താരമെന്ന കമ്മിൻസിന്റെ റെക്കോർഡിന് അന്ന് കഴിഞ്ഞ ലേലത്തിൽ അധികം ആയുസുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ ലേലത്തിൽ ഏതാണ്ട് 2:13 ഉച്ചയ്ക്ക് 2:13 കമ്മിൻസിനെ SRH വാങ്ങിയത്. എന്നാൽ 3:40 ആയപ്പോഴേക്കും KKR 24.75 കോടി രൂപയ്ക്ക് സ്റ്റാർക്കിനെ വാങ്ങിയതോടെ ആ റെക്കോർഡ് അങ്ങ് ബ്രേക്ക് ചെയ്യപ്പെടുകയായിരുന്നു.
അതായത് കഴിഞ്ഞ സീസണിൽ ലീഗ് ഘട്ടത്തിൽ സ്റ്റാർക്കിന്റെ ഒരു ബോളിന്റെ മൂല്യം ഏതാണ്ട് 7.3 ലക്ഷം രൂപയായിരുന്നു. അതായത് 3 പന്തുകൾ എറിയാൻ അദ്ദേഹത്തിനായി KKR ആ സമയത്ത് നൽകിയിരുന്നത് 22 ലക്ഷത്തിലധികം രൂപയാണ്. ഒരു ഓവറിന് 44 ലക്ഷവും. അപ്പോൾ ഇപ്പോഴത്തേത് കഴിഞ്ഞ തവണത്തേത് നോക്കുമ്പോൾ ഏതാണ്ട് 13 കോടിയോളം രൂപയുടെ കുറവാണ് സ്റ്റാർക്കിന് ഈ ലേലത്തിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരാൾ ഇഷാൻ കിഷനാണ്. മുൻ മുംബൈ ഇന്ത്യൻസ് താരവും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. 11.25 കോടി രൂപയ്ക്കാണ് ഇഷാനെ ഹൈദരാബാദ് വാങ്ങിയത്. ഓപ്പണറായി തകർത്തടിക്കാൻ കെൽപ്പുള്ള ഇഷാന് 15 കോടിയിലധികം പ്രതിഫലം തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്തവണ അദ്ദേഹത്തിന്റെ പ്രതിഫലം ഗണ്യമായി കുറയുകയായിരുന്നു. നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്താണ് ഇഷാൻ എന്ന് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇഷാൻ കിഷൻ രഞ്ജി ട്രോഫി മത്സരങ്ങൾ കളിക്കാതെ IPL-നായി ഒരുക്കം തുടങ്ങിയത് BCCI ചൊടിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് BCCI ഇഷാനെ അവരുടെ കേന്ദ്ര കരാറിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മുതൽ അദ്ദേഹം ടീമിന് പുറത്താണ്. അണ്ടർ-19 ക്രിക്കറ്റിലൂടെ വളർന്നു വന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തി ഏകദിനത്തിൽ അതിവേഗ ഡബിളൊക്കെ അടിച്ചുകൊണ്ട് തിളങ്ങിയ താരമാണ് ഇഷാൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇഷാനെ സംബന്ധിച്ചിടത്തോളം ടീമിൽ മറ്റാരേക്കാളും പരിഗണനയും അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ കിട്ടിയിരുന്നു. എന്നാൽ ഈ ഇടക്കാലത്ത് ഇന്ത്യൻ ടീമുമായുള്ള ആ പ്രശ്നങ്ങൾ അവധിയെടുത്തുകൊണ്ട് ഇഷാൻ ദുബായിലെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തതും മറ്റുമൊക്കെ ടീം മാനേജ്മെന്റിന് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് കരാർ ഇല്ലാതായത്. ഇപ്പോൾ ഇതാ ലേലത്തിൽ അദ്ദേഹത്തിന്റെ തുകയും ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. ഇനി ലേലത്തിൽ വലിയ രീതിയിൽ പൈസ കുറഞ്ഞ മറ്റൊരാൾ സമീർ റിസ്വി എന്ന യുവതാരമാണ്. കഴിഞ്ഞ സീസണിൽ CSK 8.40 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. പ്രതീക്ഷിച്ച പ്രകടനം നടത്താതായപ്പോൾ റിസ്വിയെ ചെന്നൈ കൈവിടുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തെ ടീമിലെടുത്തത് ഡൽഹിയാണ്. അദ്ദേഹത്തിന് ലേലത്തിൽ ലഭിച്ചതാവട്ടെ വെറും 95 ലക്ഷം രൂപയും. അതുപോലെ ഗ്ലെൻ മാക്സ്വെൽ, നമുക്കറിയാം അദ്ദേഹം RCB-ലായിരുന്നപ്പോൾ 11 കോടിയോളം രൂപ നേടിയ താരമായിരുന്നു. ഇക്കുറി അദ്ദേഹം പഞ്ചാബിൽ എത്തുമ്പോൾ ലഭിച്ച പ്രതിഫലമാകട്ടെ വെറും 4.20 കോടി രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ സീസണുകളിൽ വലിയ രീതിയിൽ പൈസ നേടിയിരുന്ന അല്ലെങ്കിൽ ലേലത്തിൽ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് ടീമുകൾ വാങ്ങിയിരുന്ന പല താരങ്ങൾക്കും ഇക്കുറി വില ഇടിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.